സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ശാരികയെ എല്ലാവരും അഹങ്കാരിയാണ്, തന്നിഷ്ടകാരിയാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ശാരികയായിട്ട് തന്നെ നമ്മളുടെ ദേവികയുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ കെവിനെ ശാരിക പ്രണയിക്കുന്നത് സത്യമായിട്ടൊന്നുമല്ല, അത് ശാരിക അഭിനയിക്കുന്നതാണ്. കാരണം വേറൊന്നുമല്ല, ഇസബെല്ലയും കെവിനും നന്ദനും തമ്മിലുള്ള ബന്ധം തകർക്കാനും അതോടൊപ്പം ദേവികയുടെ ജീവിതം സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ ശാരിക കെവിനെ പ്രണയിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും ശാരിക ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ദേവികയുടെ ജീവിതത്തിൽ നിന്നും കെവിനെയും ഇസബെല്ലേനെയും ശാരികയായിട്ട് തന്നെ ഒഴിവാക്കി വിടുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഈ ശാരികയിൽ നിന്നും സത്യങ്ങൾ മനസ്സിലാക്കിയ ദേവിക ഇസബെല്ലയുടെ ഫോണിലേക്ക് വിളിക്കുമ്പം ഇസബെല്ല നന്ദൻ കൂടെ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കണത്. അന്നേരം ദേവിക പറയുന്നുണ്ട് നന്ദുവിന് ഫോൺ കൊടുക്കും മര്യാദക്കെന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട് എന്തൊക്കെയാണ് ദേവിക നീ പറയണേ, ഇവിടെ നന്ദനില്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഫോൺ കൊടുക്കണേന്ന് പറയുമ്പം നീ കളിക്കല്ലേ ഇസബെല്ല, നന്ദന് ഫോൺ കൊടുക്ക്, നന്ദു അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയുമ്പം ഇസബെല്ലയ്ക്കാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇസബെല്ല കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം നന്ദു ആണെങ്കിൽ ഇതിനൊന്നും പ്രതികരിക്കണില്ല. കോള് കട്ട് ചെയ്തത് എന്തിനാണെന്നോ ഫോൺ തരാനോ ഒന്നും ഇസബെല്ലയോട് പറയണില്ല. അതൊക്കെ ഇസബെല്ലയ്ക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യണതും. എന്തായാലും ദേവികയ്ക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, നന്ദൻ ഇസബെല്ലയുടെ ഒപ്പം തന്നെ ഉണ്ടെന്ന്. ഇതേസമയം നമ്മളുടെ രാധികയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട് ഇവൾക്ക് സുഖമില്ല, അതുകൊണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ പറയണേ, എന്തും പറയാനായിട്ടുണ്ടെന്ന് പറയുമ്പം ഇല്ല അമ്മേ, അവൾ പറഞ്ഞത് സത്യ, നന്ദു ഇസബെല്ലയുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അന്നേരം ശാരിക ദേവികയോട് പറയുന്നുണ്ട് ചേച്ചിക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും, നന്ദേട്ടൻ എവിടെ ഇപ്പോൾ ഉള്ളതെന്നുള്ളത് ചേച്ചിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചേച്ചി ഒരു MLA അല്ലേ, ഒരു ഓർഡറായാൽ എനിക്ക് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ ചേച്ചിക്ക് ഇതിലും കൂടുതൽ സാധിക്കൂലേ. ചേച്ചി എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ എവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇസബെല്ലയുടെ അടുത്തുനിന്ന് നന്ദേട്ടനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരണം. ഈ കാര്യങ്ങൾ ഇനി അധികം വെച്ച് താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ദേവിക ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഋഷിയാണെങ്കിൽ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ആ പ്രഭാവതിയെ അത്രയും സമയം ഇവിടെ നിൽക്കാൻ അനുവദിച്ചതെന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട് മോനെ നീ എന്താ ഈ പറയണേ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം പ്രഭാവതി എന്നെ സഹായിക്കാൻ വന്നതല്ലേ, അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടണേന്ന് ചോദിക്കുമ്പം എന്ത് ബുദ്ധിമുട്ട്, എൻ്റെ ജീവിതം തകർത്തത് ആ പ്രഭാവതിയെ, അക്കാര്യം അമ്മ മറന്നുപോയോ. എന്തായാലും അമ്മ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അമ്മ ഇനി തടസ്സം നിൽക്കരുതെന്ന് പറയുന്നു. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് വേണ്ട ഋഷി, നമ്മളായിട്ട് ഇനി ഒന്നിനും പോകണ്ട, എന്തായാലും അവർ സങ്കടപ്പെടാവുന്നതിൻ്റെ പരമാവധി സങ്കടപ്പെട്ട് കഴിഞ്ഞു. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട് ഞാൻ മരിച്ചു പോയെന്ന് കരുതിയല്ലേ അവർ അമ്മയെ സമാധാനിപ്പിച്ചത്, ഇനിയിപ്പോൾ ഞാൻ മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയുമെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളണം. ആ കെവിനാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല, നന്ദൻ കെവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, എന്നിട്ട് ആ നന്ദനെ തന്നെ കെവിൻ ചതിക്കുമ്പോൾ അവൻ നിന്നെയും ചതിക്കും, അത് നീ സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് അങ്ങനെ കെവിൻ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവനുള്ള പണി ഞാൻ കൊടുക്കുമെന്ന്. അങ്ങനെ ഈ അരുന്ധതി ആണെങ്കിൽ ഋഷി പോയി കഴിഞ്ഞതും ഫോണെടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ ഫോണെടുത്തതും എന്താ മേഡെന്ന് ചോദിക്കുമ്പം എനിക്ക് കെവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും മേഡം ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഇട്ടുതരാം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയുള്ള കെവിൻ വീട് വരെ ഒന്ന് വന്നാൽ മതി എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് ചെല്ലാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ദേവികയെ കണ്ടതും നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ മോളെ എന്ന് ചോദിക്കുന്നു. അന്നേരം പ്രഭാവതിയും ദേവിക വന്നത് കണ്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയം ദേവികയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് നന്ദൻ സുരക്ഷിതനായിട്ടൊരു സ്ഥലത്തുണ്ട്, എവിടെയാണ് മോളെ, എവിടെയാണെങ്കിലും പറയാമെന്ന് പറയുമ്പോൾ വേറെ എവിടെയല്ല ഇസബെല്ലയുടെ ഒപ്പം സുഖമായിട്ടിരിക്കുന്നുണ്ട്. അതേസമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോളെ ഈ പറയണേ, നന്ദൻ എങ്ങനെയാണ് ഇസബെല്ലയുടെ കൂടെ പോണേന്ന് ചോദിക്കുമ്പം ഇന്നലെ തൊട്ട് നന്ദൻ ഇസബെല്ലയുടെ കൂടെ തന്നെയാണ് ഉള്ളത്, അതിനെനിക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്, അമ്മ ഇനി അത് ന്യായീകരിക്കാനൊന്നും നോക്കണ്ടെന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് മോൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഇസബെല്ലയെ വിളിച്ചിരുന്നു, അപ്പോൾ നന്ദന് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ ഫോൺ കൊടുത്തില്ല, ഫോൺ കട്ട് ചെയ്തു, എന്തായാലും അധികം വൈകാതെ നന്ദനെ എവിടെയോ ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും, നന്ദനെ തിരിച്ചും കൂടി കൊണ്ടുവരികയും ചെയ്യും. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇവനിത് എന്ത് ഭാവിച്ചിട്ടാണ് തുടങ്ങണേ, ആ ഇസബെല്ല ഇവൻ്റെ ആരാ, അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിയുടെ പെരുമാറ്റമൊക്കെ എനിക്ക് ഒരുപാട് സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ അവൾക്ക് ഓവർ സ്വാതന്ത്ര്യമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതാണെങ്കിൽ പ്രഭയോട്ട് എതിർക്കണമില്ല, അതാ എനിക്ക് മനസ്സിലാവാത്ത. സാധാരണ പ്രഭ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടാൽ ശക്തമായി എതിർക്കണ ആളാണ്, ഇസബെല്ലയെ ഒരു വാക്കുകൊണ്ട് പോലും
പ്രഭ എതിർക്കണമില്ല. ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്ത് കാര്യം? ഒരു കാര്യമില്ല, നന്ദനും ഇസബല്ലയും സുഹൃത്തുക്കളാണല്ലോ, അതുകൊണ്ടായിരിക്കും അവർ ഒരുമിച്ച് പോയേക്കണേന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയോടോ അമ്മയോടോ അച്ഛനോടോ പറയാണ്ടാണോ സുഹൃത്തിൻ്റെ ഒപ്പം കറങ്ങാൻ പോണത്? അതും ഇസബല്ല ഒരു പെണ്ണല്ലേ, ആ പെണ്ണിൻ്റെ കൂടെ പോകുമ്പം നന്ദൻ ഒരുപാട് സൂക്ഷിക്കേണ്ടതില്ലേ? ഒന്നുമില്ലെങ്കിൽ നന്ദൻ ഒരു MLA-യുടെ ഭർത്താവല്ലേ എന്ന്. അത് കേട്ടതും പ്രഭാവതിക്കും ഇങ്ങനെ ആകെ സംശയമാവുന്നുണ്ട്. ഈ ഇസബല്ലയുടെ പെരുമാറ്റമൊന്നും അത്ര പന്തിയല്ലല്ലോ എന്നിങ്ങനെ പ്രഭാവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. കെവിൻ വന്ന് ബെല്ലടിച്ചതും അരുന്ധതി എന്ന് ഡോറ് തുറന്നിട്ട് കെവിനാണോ കയറി വാന്നും പറഞ്ഞ് കെവിനെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അകത്ത് എന്നതും അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് കെവിനോടൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും ഈ ഋഷി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നന്ദനെയും അതുപോലെ തന്നെ പ്രഭാവതിയെയും ദേവികയും ഒക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ എനിക്ക് പ്രഭാവതിയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റണില്ല. കാര്യം അവർ ഞങ്ങളോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള എല്ലാ പ്രായശ്ചിത്തവും ആയിക്കഴിഞ്ഞു. ഇനിയും ചന്ദ്രോത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാടകം അവസാനിപ്പിക്കണം. ഋഷി മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ തിരുത്തണം. ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നന്ദനോടും പ്രഭാവതിയോടൊക്കെ പറയണമെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇല്ല മേഡം, അതൊരിക്കലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ മേഡത്തിന് നിർബന്ധമാണെങ്കിൽ ഋഷിയുടെ മരണം ഉറപ്പിക്കേണ്ടി വരും. എന്തായാലും ഞാൻ മാത്രമായിട്ടൊരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് കെവിനി പറയണേ? നിങ്ങൾ പറയണത് ഋഷിയെ കൊല്ലണം എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം ഇങ്ങനെ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അതും ചെയ്യേണ്ടി വരും. കാരണം ഋഷി ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ മേഡത്തിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്തായാലും ചന്ദ്രോത്തുള്ളവരുടെ മുന്നിൽ ഋഷി എപ്പോഴും മരിച്ചവൻ തന്നെയായിരിക്കും. അവരോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് മേഡം വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പ്രതിഫലമായിട്ട് മേഡം കൊടുക്കേണ്ടി വരുന്നത് ഋഷിയുടെ ജീവനായിരിക്കും. ആ സമയം അരുന്ധതി ചോദിക്കുന്നുണ്ട്, കെവിൻ നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് ചോദിക്കുമ്പം, ഭീഷണിപ്പെടുത്തിയതൊന്നും അല്ല മേഡം, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല ഇതിനകത്തുള്ളത്, വേറെ പല പ്രമുഖരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഡം ഇതുപോലൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഋഷിയുടെ ജീവനെ അത് ബാധിക്കുമെന്ന്. അന്നേരം അരുന്ധതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. അരുന്ധതി ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് ഓർത്തിങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പം കെവിൻ ചോദിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ തീരുമാനത്തിന് മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എന്തായാലും ഞാനിപ്പോൾ പോവാം. മേഡം തൽക്കാലം സമാധാനമായിട്ടിരുന്ന് ആലോചിക്കുക. മേഡത്തിൻ്റെ മകനെ ജീവനോടെ വേണോ അതോ മേഡത്തിൻ്റെ മകൻ്റെ ജീവൻ എടുക്കണോ എന്ന്. അന്നേരം അരുന്ധതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, നന്ദൻ ഇസബല്ലയുടെ കൂടെ പോയ വിവരം താൻ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം, ഇല്ല സിദ്ധു, എന്നോട് നന്ദൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, അതെങ്ങനെയാണ്? അമ്മയും മോനും കൂടെ ചേർന്നല്ലേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ പിന്നെ ഇത് മാത്രം തന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ അവനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോണെടുത്ത് നന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണത്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, കണ്ടില്ലേ, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ആ ഇസബല്ലയുടെ കൂടെ പോയേക്കണേ. ഇസബല്ലയും കെവിനും ഈ കുടുംബത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്നേരം പ്രഭാവതിയും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കെവിനും ഇസബല്ലയും കൂടി നന്ദൻ്റെ ജീവിതം തകർക്കാനുള്ള പ്ലാനായിരിക്കുമോ, മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ നന്ദനെയും കൊണ്ട് നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ കൊണ്ടുപോയി കാറ് നിർത്തിയതും നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ബെല്ല നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പം നിനക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരു ഷെൽട്ടറാണ് ആവശ്യം, അതുകൊണ്ട് നമുക്കിവിടെ ഹോട്ടലിൽ ഒരു റൂം എടുത്ത് താമസിക്കാം. എന്തായാലും ഇവിടം വരെയൊന്നും പോലീസ് അന്വേഷിച്ച് വരില്ല. പിന്നെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും. പാപ്പൻ അവിടെ ഉണ്ടല്ലോ, പാപ്പൻ നമ്മളെ വിളിച്ച് വിവരങ്ങൾ പറയുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറാനും പറ്റും. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ വേണമല്ല, എന്തായാലും നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തൊക്കെ മണ്ടത്തരാന്ന് എന്താ പറയണേ? തിരിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. പിന്നെ ആ ഫയൽ കൊടുക്കാണ്ട് നിന്നെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫയൽ നഷ്ടപ്പെടാൻ കാരണക്കാരൻ നീയാണെന്നറിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ദേവിക എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും. അതോടൊപ്പം മന്ത്രിസഭയെ പിടിച്ചു കുലുക്കാൻ ശക്തിയുള്ള ആ ഫയൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നിൻ്റെ ജീവിതം ജയിലിൽ തീരുന്നു. അത് കേട്ടതും നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്.
പിന്നീട് ഇസബല്ല നന്ദൻ്റെയും ഇസബല്ലയുടെയും ബാഗൊക്കെ ആയിട്ട് ഹോട്ടലിലേക്ക് ചെന്നിട്ട് പേരൊക്കെ പറഞ്ഞു കൊടുത്ത് റൂം എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദനെയും ഇസബല്ലയും ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ ഈ പയ്യനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആലോചിക്കുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് സിദ്ധാർത്ഥൻ ചന്ദ്രൂത്തിൻ്റെ മകനാണല്ലോ എന്ന്. അങ്ങനെ ഇവനെന്താ ഈ പെണ്ണിൻ്റെ കൂടെ, ഇവൻ്റെ ഭാര്യ MLA ദേവികയല്ലേ, പിന്നെ ഇതാരാ, ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണിൻ്റെ കൂടെ വന്ന് ഇവിടെ റൂം എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അത് പേര് കൊടുത്തതും വേറെ പേരാണ്, സത്യസന്ധമായിട്ടാണെങ്കിൽ യഥാർത്ഥ പേരല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്തായാലും ഈ കാര്യം ഇപ്പം തന്നെ MLA വിളിച്ച് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ഇതേസമയം ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പം പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി വന്നതും എന്താ മോളെ എന്തെങ്കിലും വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ പിന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം അമ്മേ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പം തന്നെ നന്ദു ഇസബല്ലയുടെ കൂടെ സന്തോഷമായിട്ട് നടക്കുക, എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റില്ല അമ്മേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് എണ്ണി പറക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ ദേവിക ഫോൺ എടുത്തതും വിളിച്ചയാൾ MLA ദേവികയല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ദേവിക പറയുന്നുണ്ട് അതെ, നിങ്ങളാരാന്ന് ചോദിക്കുമ്പം ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ മേഡത്തിൻ്റെ ഭർത്താവും വേറൊരു പെൺകുട്ടിയും ഇപ്പോൾ ഇവിടെ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, അവരിപ്പോൾ അങ്ങോട്ട് റൂമിലോട്ട് പോയേ ഉള്ളൂ, എന്താ മേഡം ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന്. അത് കേട്ടതും ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രഭാവതിയും അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എന്തു പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.